കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയാലിസിസ് സെന്റർ ഇനി പ്രമുഖ ഡോക്ടർ PM കുട്ടിയുടെ പേരിൽ അറിയപ്പെടും. സെന്ററിന്റെ ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ എന്ന പുനർനാമകരണ ചടങ്ങ് ജൂൺ 28-ന് മാതൃഭൂമി MD MV ശ്രേയാംസ്കുമാർ നിർവഹിക്കും. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നിയന്ത്രണത്തിൽ ചാലപ്പുറത്തുള്ള ഡയാലിസിസ് സെന്ററിന് ചാലപ്പുറത്തെ പ്രമുഖ ഡോക്ടറും ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ മാർഗദർശിയുമായ അന്തരിച്ച ഡോക്ടർ PM കുട്ടിയുടെ പേര് നൽകാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു. 2012-ൽ 6 ഡയാലിസിസ് മെഷീനുകളുമായാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. 2014-ൽ കെട്ടിടം ഉൾപ്പെടുന്ന സ്ഥലം ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയും അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 12 ഡയാലിസിസ് മെഷീനുകളോടെ ഇവിടെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്തു വരുന്നത്. 2023-ൽ ഡയാലിസിസ് സെന്റർ 3 ഷിഫ്റ്റുകളിലായി പ്രതിദിനം 36 എന്ന തോതിൽ 72 രോഗികൾക്ക് സേവനം ലഭ്യമാക്കുന്നു. 2024 ജൂൺ 25-ാം തീയതി വരെ 77,759 ഡയാലിസിസ് ബാങ്ക് സൗജന്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പ്രീമ മനോജ്, ബാങ്ക് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് A. ശിവദാസ്, A. അബ്ദുൾ അസീസ്, KT ബീരാൻകോയ, ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ K. രാകേഷ് തുടങ്ങിയവർ അറിയിച്ചു. സാമ്പത്തികമായിട്ട് നമുക്ക് പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള ഒരു സ്പാർക്ക് ചെയർമാൻ കൊടുത്തത് നമ്മുടെ കുട്ടി ഡോക്ടറായിരുന്നു. കുട്ടി ഡോക്ടർ ഈ അടുത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ കൂടിയാണ് നമ്മൾ ഈ സെന്ററിന് PM കുട്ടി ഡോക്ടറുടെ ഇടുന്നത്. ജൂൺ 28-ന് വെള്ളിയാഴ്ച ഡയാലിസിസ് സെന്ററിന്റെ പേര് ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് ബാങ്ക് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ്കുമാർ ഡയാലിസിസ് സെന്ററിന്റെ പുനർനാമകരണം നിർവഹിക്കും. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.